ഹലോ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സ്പെറിക്കൽ മിറേഴ്സ് എന്ന് മലയാളത്തിൽ പറയുമ്പം ഗോളീയ ദർപ്പണങ്ങൾ. തുടർന്നുള്ള ക്ലാസ്സസിലൊക്കെ 10ലൊക്കെ വരുമ്പോഴത്തേനും ഇതിനെക്കുറിച്ച് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിന്ന് എന്താണ് സ്പെറിക്കൽ മിറേഴ്സ്, ടൈപ്പ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം. ഡെയിലി ലൈഫിൽ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള മിറേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് പ്ലെയിൻ മിറേഴ്സ്. നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടി. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിരിക്കും. പക്ഷേ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് പ്ലെയിൻ അല്ലാത്ത മിറേഴ്സും ഉണ്ട്. ഇപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന 2 മിറേഴ്സ് നോക്കുക. ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് പ്ലെയിൻ അല്ല കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന രീതിയിലാണ്. ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് അകത്തേക്ക് കുഴിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ്. കണ്ടോ? ഇങ്ങനെയുള്ള മിറേഴ്സിന് പറയുന്ന പേരാണ് കർവ്ഡ് മിറേഴ്സ് എന്ന് പറയുന്നത്. എ കർവ്ഡ് മിറർ ഈസ് എനി മിറർ ദാറ്റ് ഹാസ് എ ബെൻഡ് നോൺ ഫ്ലാറ്റ് റിഫ്ലക്റ്റീവ് സർഫസ്. ഫ്ലാറ്റ് അല്ലാത്ത റിഫ്ലക്റ്റീവ് സർഫസ് ഉള്ള മിറേഴ്സിന് പറയുന്ന പേരാണ് കർവ്ഡ് സർഫസ്. ഇതിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കുവാണെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടുള്ളതാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സ്പൂണ്. ഇതിപ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഇത് കണ്ടോ, ഇതിന് 2 സർഫസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അകത്തേക്ക് കുഴിഞ്ഞു നിൽക്കുന്ന രീതിയിലും മറ്റേതെന്താണ് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന രീതിയിലും. ഇതും ഈ കർവ്ഡ് മിറേഴ്സിന് ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. കുറച്ചും കൂടെ സ്മൂത്ത് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കും നമ്മുടെ ഫേസ് ഇതിൻ്റെ അകത്ത് ഏകദേശം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെ നോൺ ഫ്ലാറ്റ് ആയിട്ടുള്ള റിഫ്ലക്റ്റീവ് സർഫസ് ഉള്ള മിറേഴ്സിന് പറയുന്ന പേരാണ് കർവ്ഡ് മിറേഴ്സ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഈ കർവ്ഡ് മിറേഴ്സ് എന്ന് പറയുന്നത് പല ഷേപ്പിലുണ്ട്. സ്പെറിക്കലുണ്ട്, സിലിണ്ടറിക്കലുണ്ട്, പരാബോളിക്കുണ്ട്. അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ഷേപ്പിലുള്ള കർവ്ഡ് മിറേഴ്സാണ്. ഇപ്പം നമ്മൾ ഈ കർവ്ഡ് മിറേഴ്സിനെ ഒരു ജനറൽ കാറ്റഗറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഷേപ്പ് മാത്രമാണ് സ്പെറിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ കർവ്ഡ് മിറേഴ്സും സ്പെറിക്കൽ അല്ല. കർവ്ഡ് എന്ന് പറയുമ്പം പരാബോളിക്കുണ്ട്, സിലിണ്ടറിക്കലുണ്ട്, സ്പെറിക്കലുണ്ട്, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ഇതിലെ ഒരു സ്പെസിഫിക് ഷേപ്പാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പെറിക്കൽ മിറേഴ്സും 2 തരത്തിലുണ്ട്. ഒന്നിൻ്റെ പേര് കോൺകേവ് എന്ന് പറയും, മറ്റേതിൻ്റെ പേര് കോൺവെക്സ് എന്ന് പറയും. കോൺകേവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും കോൺകേവ്. ഇപ്പോൾ ഒരു എളുപ്പവഴിക്ക് കേവ് എന്ന് പറയുമ്പോൾ ഗുഹ പോലല്ലേ, അപ്പോൾ അകത്തോട്ടല്ലേ. അപ്പം ഒരു എളുപ്പവഴിക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേവ് എന്ന് പറയുമ്പോഴത്തേനും റിഫ്ലക്റ്റിംഗ് സർഫസ് കേവ്. ഇപ്പോൾ ഗുഹ എന്ന് പറഞ്ഞ് ഓർക്കുക. അപ്പോൾ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന രീതിയിൽ. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ത് ചെയ്യും? പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതായിരിക്കും. കോൺകേവ് എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്. ആൻഡ് കോൺവെക്സ് മിറർ ആണെങ്കിലോ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് കർവ്ഡ് ഔട്ട്വേർഡ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണേൽ ഒരു ഡൗട്ട് തോന്നാം, എന്തുകൊണ്ടാണ് ഇതിനെ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്? കാരണം ഇതിന് സ്പിയറുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ നിങ്ങൾക്ക് വേണേൽ തോന്നിയേക്കാം. സോ നമുക്ക് ആ ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്യാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പം ഒരു ബോൾ ഐസ്ക്രീമാണ്. ഓക്കെ, ഇതിൻ്റെ അടപ്പുണ്ട്. നോക്കി, ഈ അടപ്പിനെ നമ്മൾ നോക്കണം. ഇതിൻ്റെ ഈ സർഫസ് എങ്ങനെയാണ്? ഇത് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലാണല്ലേ. അപ്പോൾ ഇത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺകേവ് അല്ലേ. കോൺകേവിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്താണ്? അകത്തേക്ക് കുഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതും ഒരു കോൺകേവ് മിറർ ആയിട്ട് നിങ്ങളിപ്പോൾ ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഇതിൻ്റെ അടയ്ക്കുമ്പോൾ ഇതൊരു സ്പിയറിൻ്റെ പാർട്ടാണെന്ന് അല്ലേ. ഇതിൻ്റെ അടപ്പ് ഈ കോൺകേവ് മിറർ എന്ന് പറയുന്നത് ഒരു സ്പിയറിൻ്റെ പാർട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ 2 മിറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ ഈസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. നോക്കുക, ഇതിപ്പം ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ ഇത് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു. ഇതിന് നമ്മളിപ്പോൾ ഒരു സ്പിയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നു. എൻ്റെ കറക്റ്റ് സ്പിയർ അല്ല കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ സ്പിയർ നമ്മളിങ്ങനെ ആക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്തെടുക്കുന്നു. ഇതാണ് നമ്മൾ കണ്ട എന്തെന്ന് പറയുന്നത് കോൺകേവ് മിറർ. ഓക്കെ, സെയിം അതുപോലെ തന്നെ കോൺവെക്സ് മിറർ എടുക്കുകയാണെങ്കിൽ കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നല്ലേ. പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് കോൺവെക്സ്. സോ ഇതിനെ നമ്മൾ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് എ സ്പിയർ. സോ നമ്മൾ അതിനെയും കട്ട് ചെയ്തെടുക്കുന്നു. ഇത് കോൺവെക്സ്, ഇതെന്ന് പറയുന്നത് കോൺകേവ്.
അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു. ഇതെന്ന് പറയുന്നത് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നു. ഓക്കെ, അപ്പം നമ്മളിന്ന് പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്ലെയിൻ മിറർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കർവ്ഡ് മിറേഴ്സ് നോക്കി. കർവ്ഡ് മിറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലക്റ്റിംഗ് സർഫസ് ഫ്ലാറ്റ് അല്ലാത്ത മിറേഴ്സിനെയാണ് കർവ്ഡ് മിറേഴ്സ് എന്ന് പറയുന്നത്. കർവ്ഡ് മിറേഴ്സ് എന്ന് പറയുമ്പോൾ പരാബോളിക് ഉണ്ട്, സിലിണ്ട്രിക്കലുണ്ട്, സ്പെറിക്കലുണ്ട്. അതിൽ നമ്മൾ ഇന്ന് പഠിച്ചത് 2 സ്പെറിക്കൽ മിറേഴ്സ്. കർവ്ഡ് മിറേഴ്സിലെ ഒരു സ്പെസിഫിക് ഷേപ്പായിട്ടുള്ള സ്പെറിക്കൽ മിറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. 2 തരത്തിലുള്ള സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കോൺകേവ്, മറ്റേതെന്ന് പറയുന്നത് കോൺവെക്സ്. കോൺകേവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് അത് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു. ഇൻ എ കോൺകേവ് മിറർ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുന്നത് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് അത് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതാണ്. ഇൻ എ കോൺവെക്സ് മിറർ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്സ്. ഓക്കെ, ഇത് രണ്ടും എന്താണ്? സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. അത് നിങ്ങൾ 3Dയിൽ ഞാൻ ഈ ബോൾ മുമ്പ് കാണിച്ചതുപോലെ നിങ്ങളത് ഇമാജിൻ ചെയ്തെടുക്കുക. അപ്പം ഇതിന് ചുറ്റും എന്താണ് വലിയൊരു ബോൾ, അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ, ഒരു ചെറിയൊരു റിഫ്ലക്റ്റിംഗ് സർഫസ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഒരു സ്പിയറിൻ്റെ പാർട്ട് ആയതുകൊണ്ടാണ് നമ്മളതിനെ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.